ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്ന് മച്ച് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സിംഗിൾസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ പേഴ്സൻ്റെ മനസ്സിൽ നമ്മളെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത്, തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള റീഡിങ്ങും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ രണ്ട് റീഡിംഗ് ആണ് നമ്മളുടെ കയ്യിൽ ഇന്ന് ഉള്ളത്. സോ ഫോർ സിംഗിൾസ് ആൻഡ് ഫോർ പീപ്പിൾ ഹു ഹാവ് കമ്മിറ്റഡ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പേഴ്സൺ നമ്മളെ പറ്റി എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള റീഡിംഗ് ആണ്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഇന്ന് തന്നെ ഫോർ സിംഗിൾസ് ഉള്ള റീഡിങ്ങും കൂടെ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് നമുക്ക് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3 അങ്ങനെ 3 പൈലുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൈൽ ചൂസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി എന്താണ് വിചാരിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റീഡിംഗ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റീഡിംഗ്. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 1. സോ ഓക്കെ, നമുക്കിതിൻ്റെ അകത്തുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജി ദ കോസ്മിക് എഗ് എനർജിയാണ്. സോ ദ കോസ്മിക് എഗ് എനർജി, ദ ഡിവൈൻ ഫെമിനൈൻ, ഐ ഹോൾഡ് ദ യൂണിവേഴ്സ് വിത്തിൻ മീ, ഐ ആം ദ ഫോഴ്സ് ഓഫ് എവർ എക്സ്പാൻഡിങ് ലവ്. ഇതിൻ്റെ അകത്ത് ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ബിഗിനിങ്. പുതുതായിട്ട് ഒരു എഗ്ഗിൽ ആസ് യു സീ ഒരു പുതിയ ബിഗിനിങ് വരുന്ന പോലെ തന്നെ, ഒരു പുതിയ ജന്മം എടുക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഇസ് ലൈക്ക് എ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പുതിയ പേഴ്സൻ്റെ ഒരു ന്യൂ എനർജി ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതേസമയം ഫോർ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പം അവരുടെ കുട്ടികളുടെ അമ്മയായിട്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അച്ഛനായിട്ട് നിങ്ങളെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. സോ ദിസ് ഇസ് ലൈക്ക് അവരുടെ ലൈഫിലത്തെ ഒരു പുതിയ പേഴ്സണാണ് നിങ്ങൾ. പക്ഷേങ്കിൽ അവരെ ലൈഫ് മുന്നിലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലീനിയേജ് താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് ഒരു പെർഫെക്റ്റ് യൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജാണ് ഈ ഒരു എഗ് പിക്ചർ, കോസ്മിക് ഡിവൈൻ ഫെമിനൈൻ എഗ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഐ എം ദ ഫോഴ്സ് ഓഫ് എവർ എക്സ്പാൻഡിങ് ലവ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് കൂടെ നിൽക്കുന്നവരും നിങ്ങളോടുള്ള സ്നേഹം കൂടി കൂടി വരുന്നതായിട്ട് തോന്നാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരാളായിരിക്കും നിങ്ങൾ എന്ന ആ ഒരു പേഴ്സൺ ഇപ്പം കറൻ്റ്ലി തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കോസ്മിക് എനർജിയിൽ റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് വി വിൽ സീ ദ ടാരോ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഐ സീ ദ നൈറ്റ് ഓഫ് കപ്സ്. അവർ നിങ്ങൾക്കായിട്ടുള്ള ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ആകണം എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആകാൻ, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലോട്ടേക്ക് കൊണ്ടുപോയി അതൊരു പെർഫെക്റ്റ് യൂണിയനിലേക്ക് കൊണ്ടുവരണമെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ അവർ പാഷനേറ്റ് ആണ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് നൈറ്റ് ഓഫ് കപ്സ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് ഉണ്ടാവാം. ഒന്നിക്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് റിലീജിയൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ അവർക്കൊരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവാം. വെതർ ഇത് വർക്കൗട്ട് ആവില്ലേ എന്നുള്ളൊരു സംഭവം ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ടർ അവിടെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവാം എന്നുള്ളതാണ് കാണുന്നത്. നെക്സ്റ്റ് ഐ ഹാവ് 6 ഓഫ് കപ്സ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഡെജാവോ മൊമെൻറ്റ് കൊടുത്തിട്ടുണ്ടാവാം. അതായത് ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടാകുന്ന സമയത്ത് നേരത്തെ ഇവരുമായിട്ട് എന്തൊക്കെയോ മൊമെൻറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് തോന്നുന്നുണ്ടാവാം.
അതായത് നിങ്ങളെ നേരത്തെ അറിയാം, അല്ലെങ്കിൽ ഇവരുമായിട്ട് നമ്മൾ നേരത്തെ എവിടെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ നേരത്തെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തൊക്കെയോ മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സ്പെഷ്യൽ മൊമെൻറ്റ്സ് അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. വൺ ഫ്രം ദ പാസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് നൊസ്റ്റാൾജി ഒരുപാട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പം കിട്ടുന്നുണ്ട് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. സോ അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് അവരുടെ ആൻസിസ്റ്റേഴ്സുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മേ ബി ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അവരെയൊക്കെ ബിഹേവിയറായിട്ടാണ് നിങ്ങളുടെ ബിഹേവിയർ കണക്റ്റ് ആവുന്ന പോലെ തോന്നുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു 6 ഓഫ് കപ്സിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് കുറേ നാളായിട്ട് തന്നെ അറിയാം എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്നത്. സോ അവർ വിചാരിക്കുന്നത് നിങ്ങളെ ഓൾറെഡി അവർക്ക് നേരത്തെ അറിയാം, കുറേ നാളായിട്ട് അവർക്കറിയാം, ആൻഡ് യു ആർ നോട്ട് എ ന്യൂ പേഴ്സൺ എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണുന്നത്. നെക്സ്റ്റ് ഐ സീ 9 ഓഫ് സോഡ്സ്. 9 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഈ ഒരു പേഴ്സണ് ചിലപ്പം രാത്രി സമയത്തൊക്കെ നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടാവാം, ചില കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവാം. വെദർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ആലോചിച്ച് അവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതായത് ഇപ്പം നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും റോങ് ഡൂയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോശമായി ട്രീറ്റ് ചെയ്തത് ആലോചിച്ച് അവർ വിഷമിക്കുന്നുണ്ടാവാം. അവരൊരു റോങ് ഡിസിഷനാണ് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തത് ശരിയായില്ല, അത് അവർ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല എന്നാലോചിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അവർക്ക് നൈറ്റിൽ അവരുടെ ഡ്രീംസിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ് ബിക്കോസ് ഓഫ് സംതിങ് ദാറ്റ് ദേ ഡിഡ് ടു യു. നിങ്ങളുടെ അടുത്ത് ചെയ്ത എന്തോ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് വിഷമമുണ്ട് എന്നുള്ളതാണ് വിത്ത് 9 ഓഫ് സോഡ്സ് എനിക്ക് കാണാൻ പറ്റുന്നത്. 7 ഓഫ് സോഡ്സ്. അവർ നിങ്ങളെ കുറച്ച് ഓവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. അതായത് ഓവറായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർലി ബേർഡൻ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അതിനുള്ള റീസൺ ചിലപ്പം നിങ്ങളുടെ ഈ ഓവർ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. അതായത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ബേർഡൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും അവർക്ക് വേണ്ട ടൈം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്പേസ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ടാവാം ചിലപ്പം നിങ്ങളെ പറ്റി. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വിഡ്രോൺ എനർജി ഉണ്ടാവാം. ദേ സീ യു ആസ് സമൺ ഹൂ ഇസ് ഓവർ ബേർഡൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, കുറച്ച് പ്രാരാബ്ദം കൂടുതൽ തലയിലെടുക്കുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തലയിലെടുത്തിട്ട് അവർക്ക് ടൈം കൊടുക്കാത്ത രീതിയിൽ അവർക്ക് തോന്നാം എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ 7 ഓഫ് സോഡ്സ് എനർജി. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാവ് ദ മൂൺ എനർജി. അവർ എല്ലാവരും തന്നെ കുറച്ച് ആസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ടാരോ റീഡിങ്ങിൽ വിശ്വാസം ഉണ്ടാവാം. അങ്ങനെയൊക്കെ വിശ്വാസിയാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആണ് നിങ്ങളെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ സ്പിരിച്വാലിറ്റീനെ പറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ നോളജിനെ പറ്റി അറിയുന്ന ആൾക്കാരായിരിക്കും. അവർ നിങ്ങളെ ചിലപ്പം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അവർ നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് വിത്ത് മൂൺ കാർഡ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതായത് ചിലപ്പോൾ കുറച്ച് സംശയം, കുറച്ച് ഡൗട്ട്, ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ള ഡൗട്ടായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ഓൺ ആൻഡ് ഓഫ് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നാം വിത്ത് ദ മൂൺ എനർജി ഇൻ ദെയർ. പക്ഷേ ദേ നോ യു വെൽ എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് കാണുന്നത്. ദ മൂൺ എനർജി കൊണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ പലത് ടാറോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന ആസ്ട്രോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല വിശ്വാസമുള്ളൊരു വിശ്വാസിയാണ് നിങ്ങളെന്ന് ഓൾറെഡി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഔട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി 4 ഓഫ് കപ്സ്.
4 ഓഫ് കപ്സിൽ ഇവർ പഴയ ചില കാര്യങ്ങളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് ഇവിടെയും അത് വീണ്ടും റിപ്പീറ്റഡ് ആവുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങളെ ഇപ്പോൾ ഒരു വേഴ്ജിൽ വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളെ അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇതും അങ്ങനെ ആകുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ അവരുടെ ഓൺ ആൻഡ് ഓഫ് അവരുടെ മൈൻഡിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് വിത്ത് 4 ഓഫ് കപ്സ് എനർജി എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് നിങ്ങൾ എന്നും കൂടിയാണ്. ഫ്രം ദ യൂണിവേഴ്സ് എന്നുള്ള കപ്പാണ് നിങ്ങൾ എന്നാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ പെർഫെക്റ്റ്ലി യൂണിയൻ ആവേണ്ട ആൾക്കാർ തന്നെയാണ്. ഫ്രം ദ യൂണിവേഴ്സ് വന്നിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങൾ. പക്ഷേ ആ ഒരു പേഴ്സണ് പല കാര്യങ്ങളിലും ഡൗട്ടുണ്ട്. എന്ത് വെച്ചാൽ അത് പഴയ അവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിരിക്കാം. പഴയ അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അതിവിടെ റിപ്പീറ്റഡ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് കാരണമുള്ളൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓൺ ആൻഡ് ഹോൾ ഐ തിങ്ക് 6 ഓഫ് കപ്സിന് മേലെയാണ് ഈ മൂൺ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ദ പാസ്റ്റിലുള്ള എന്തോ പ്രശ്നം കാരണം ഉള്ള ഡൗട്ട് ആണ് അവർക്ക്. അതായത് മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂവോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇപ്പം ഞാൻ പറഞ്ഞു നൈറ്റ് ഓഫ് കപ്സിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യൂണിയൻ ആവണം എന്നുള്ള, നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് തന്നെ ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ദർ ഈസ് സംതിങ് ഇൻ ബിറ്റ്വീൻ. അതായത് നിങ്ങൾ ചിലപ്പം അടുക്കിടക്ക് വരുന്നുണ്ടാവും എന്നുള്ളത്. അത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുള്ള, അല്ലെ പാസ്റ്റിലുള്ള എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് പഴയ കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ 9 ഓഫ് സോർട്സിന് മേലെ ഈ 4 ഓഫ് കപ്സ് വരുന്നതുകൊണ്ടും എനിക്ക് മനസ്സിലാവുന്നത് അവർ ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായ ഏതൊക്കെയോ ഫൈറ്റ്സിനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അവരുടെ നൈറ്റിൽ ഡ്രീംസിൽ നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഐ ഹാവ് ദ 7 ഓഫ് സോർട്സ്. നിങ്ങൾ എക്സ്ട്രാ ബേർഡൻസ് എടുക്കുന്നുണ്ട്. അത് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ളൊരു ഇതായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് തോന്നുന്നുണ്ടാവും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന് കൊടുക്കുകയാണ്, പക്ഷേ അവർക്ക് വേണ്ടുന്ന അത്ര കെയർ ഫ്രോം ദ പാർട്ട്ണർ കിട്ടുന്നില്ല എന്നുള്ളൊരു തോട്ടും ആയിരിക്കാം. സോ ദിസ് ഇസ് വാട്ട് ഐ സീ. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസും കൂടെ നോക്കാം. സോ ഹിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. യെസ് ഓർ നോ ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കാം. എന്താണ് നമുക്ക് നോക്കാം. സോ ഫോർ യു ഇറ്റ് ഈസ് റിക്കവറി. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ് മാച്ച്. നിങ്ങൾ റീഡിങ്ങുമായിട്ട് പെർഫെക്റ്റ് മാച്ചാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇൻ പാസ്റ്റ് നടന്നിട്ടുണ്ട്. ഒന്നിക്കൽ ഇറ്റ് കുഡ് ബി ലൈക്ക് അയാളുടെ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മാത്രം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മാത്രം ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് കാരണമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓവർ ബേർഡൻ എടുക്കുന്നത് കൊണ്ട് ഇത് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാവുമോ എന്നുള്ള കാര്യങ്ങൾ. സോ അതിൽ നിന്നെല്ലാം അത് കാര്യങ്ങൾ കണ്ടെത്തി യു ഷുഡ് ഗോ ഫോർ ആൻഡ് റിക്കവറി. അതായത് നിങ്ങളുടെ മേലെ തന്നെ സെൽഫ് ആയിട്ട് തന്നെ ഒന്ന് വർക്ക് ചെയ്യണം. എന്താണ് കാര്യമെന്ന് കണ്ടെത്തണം. ആ ഒരു പേഴ്സണായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഫൈനലി ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് റീഡിങ്. ഒരുപാട് സ്റ്റോറീസ് ഉള്ള ഒരു റീഡിങ് തന്നെയാണ്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പൈൽ നമ്പർ 2 പോകാം. Okay, so people who have chosen pile number 2, നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ സി ശാരദാ ദേവി, ദ ഡിവൈൻ മദർ,
unconditional love exists within me. The presence of love is the absence of judgment. Okay. സോ ദ ഡിവൈൻ മദർ എനർജിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അവരുടെ അമ്മയുടെ അത്ര തന്നെ സ്നേഹിക്കാനും അല്ലെങ്കിൽ അവരുടെ അമ്മ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തില്ലേ, അതേപോലെ തന്നെ നിങ്ങളും ഒരു പ്രൊട്ടക്റ്റീവ് ഫിഗറാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് അൺകണ്ടീഷണൽ ലവ് ഉണ്ട്, അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസൻസ് ഓഫ് ലവ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ജഡ്ജ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും. അതായത് ജഡ്ജ്മെൻറ്റലായിട്ട് ആൾക്കാർ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതായത് ഇപ്പം അവരെ പർട്ടിക്കുലർ ഒരു ബിഹേവിയർ വെച്ചിട്ട് അവർ കംപ്ലീറ്റ് നമ്മൾ ജഡ്ജ് ചെയ്യുക. അതായത് നമ്മൾക്കിപ്പം എനിക്ക് പേഴ്സണലി ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. ഐ ഡോണ്ട് സ്പീക്ക് മച്ച്. എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ല എനിക്ക്. അപ്പോൾ പലപ്പോഴും എന്നെ ആൾക്കാർ ഒരു അഹങ്കാരിയായിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട്, എൻ്റെ വേറെ പല കാര്യങ്ങളും വെച്ചിട്ട് ഓക്കെ അതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയാണ് എന്ന് തന്നെ ബിഫോർ ടോക്കിംഗ് ടു മീ എന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു പേഴ്സണായിരിക്കും നിങ്ങളുടേത്. സോ പ്രിറ്റി മച്ച് ഈസി. അതായത് നമ്മളൊരു പേഴ്സണെ ഒന്നും അറിയാതെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ നേച്ചർ ആയിരിക്കാം. പക്ഷെ പലരും ഐ തിങ്ക് കുറേ ഭാഗം ആൾക്കാർ ഹാവ് കം ഔട്ട് ഓഫ് ഇറ്റ്. നമ്മളൊരിക്കലും ഒരാളെ നേരിട്ട് കണ്ടതിന് ശേഷം ജഡ്ജ് ചെയ്യരുത്. അവിടെ പറഞ്ഞ് സംസാരിച്ച് കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരാളുടെ ജഡ്ജ്മെൻറ്റിലെത്താൻ പറ്റുള്ളൂ. ഈവൺ ആഫ്റ്റർ ലിവിങ് വിത്ത് എ പേഴ്സൺ ഒരു 2 or 3 years നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ പോലും നമുക്ക് അവരുടെ പല സൈഡും കാണാൻ പറ്റില്ല. സോ നെവർ ബി ജഡ്ജ്മെൻറ്റൽ. ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് ഓക്കെ നിങ്ങളിത് ചെയ്തത് കൊണ്ട് നിങ്ങളിങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജഡ്ജ്മെൻറ്റൽ ആവരുത് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് ഫ്രം ദാറ്റ് പേഴ്സൺ ഐ എം റിസീവിങ്. അതാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജ്. നെക്സ്റ്റ് ഇസ് പേജ് ഓഫ് കപ്സ്. സോ പേജ് ഓഫ് കപ്സ് ഇസ് ഈ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്ത് അബണ്ടൻ്റ് ആയിട്ട് ലവ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇസ് ലൈക്ക് അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഏജിലുള്ള ആൾ. ആ ഏജ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അയാളുടെ എനർജി ഈസ് സ്റ്റിൽ ലൈക്ക് എൻ ഇന്നസെൻറ്റ്. എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ക്യൂരിയോസിറ്റി അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയുള്ളൊരു പേഴ്സണാണ്. സോ നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്തായാലും സ്നേഹമുണ്ട്, പക്ഷേങ്കിൽ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എന്നൊന്നും അറിയാൻ ഒരു ഇതായിട്ടില്ല. അവർ പലരെയും കണ്ട് ഇങ്ങനെ ഒരു സറൗണ്ടിങ്ങിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡോളസെൻറ്റ് അല്ലെങ്കിൽ ടീനേജിലുള്ളൊരു കുട്ടീനെ കാണില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കായിട്ടുള്ളൊരു പേഴ്സണാണ്. മേ ബി കുറേ ഏജൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ സ്റ്റിൽ അവരൊരു യങ് മൈൻഡിൽ കുറേ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വിത്ത് ദ പേജ് ഓഫ് കപ്സ് എനർജി. നെക്സ്റ്റ് ഇസ് ദ ഏസ് ഓഫ് സോർഡ്സ്. ഏസ് ഓഫ് സോർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഐ തിങ്ക് ഈ ഒരു പേഴ്സൺ ഫാസ്റ്റായിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റും പെട്ടെന്ന് തന്നെ വന്നതുപോലെ നിങ്ങൾക്ക് തോന്നാൻ ചാൻസസ് ഉണ്ട്. ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഫൈറ്റൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത് ഈ ഒരു പേജ് ഓഫ് കപ്സുമായിട്ട് സിമിലർ തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഫൈറ്റ് എടുക്കുക അങ്ങനെയൊക്കെ നിങ്ങളെയുമായി ചിലപ്പോൾ അങ്ങനെ ഒരു ഇന്നസെൻ്റ് എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കും ഒരുപാട് ഏജ് ഉണ്ടെങ്കിലും നിങ്ങളെ ഒരു കുട്ടി തന്നെയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വെറുതെ അടിയൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ ഒരു ഫൺ എലമെൻ്റ് ആയിട്ട് ചിലപ്പം ഇങ്ങനെ കുറച്ച് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവാം. ബട്ട് ദേ സീ യു ആസ് എൻ ഫൺ പേഴ്സൺ. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ലിബ്ര അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ലിബ്ര എനർജി അതൊക്കെ എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ, ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു ഏരിയയിലെ ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോമിനൻ്റ് എനർജി ആയിരിക്കാം. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്ന് പറയുന്ന വല്ല മാനേജറൽ ജോബ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബോസി ക്യാരക്ടർ അല്ലെങ്കിൽ ബോസ് ജോബ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ കുറച്ച് ഡോമിനൻ്റ് എനർജി ആയിരിക്കും.
സോ അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു ഇന്നസെൻറ്റ്, ഒരു കുഞ്ഞു കുട്ടി എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളെപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ വെറുതെ നിങ്ങളെ ടീസ് ചെയ്യാനും നിങ്ങളെ കളിയാക്കാനും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി. നെക്സ്റ്റ് ഐ സീ ദ സ്റ്റാർ എനർജി. ദേ സീ യു ആസ് എ സ്റ്റാർ. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേലെ ഒരു ഒബ്സഷൻ ഉണ്ടാവാം. നിങ്ങളൊരു ഫിലിം സ്റ്റാറിനൊക്കെ കൊടുക്കുന്ന അതേ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലിയിലും അവരുടെ ചുറ്റും നിങ്ങളുടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോഴും ഒക്കെ നിങ്ങളൊരു സ്റ്റാർ ആണ്, അവർക്ക് ഇത് ചെയ്യാൻ അറിയാതെ അവർക്ക് ചെയ്യാൻ അറിയാം, അവരിങ്ങനെയാണ് അവരങ്ങനെയാണ്, നിങ്ങളെ പറ്റി എന്തായാലും അവർ നല്ല കാര്യങ്ങൾ മാത്രമേ ചുറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുള്ളൂ. അവർ നിങ്ങളൊരു സ്റ്റാർ എനർജിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വിത്ത് സ്റ്റാർ കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഐ പ്രിറ്റി മച്ച് ലൈക്ക് ദിസ് ഫൈൽ ആൻഡ് ഐ സീ 5 of swords again. നിങ്ങൾ ചിലപ്പം ഐ തിങ്ക് നിങ്ങളൊരു ഫൈറ്റ് ബേബീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് അടി ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് പക്ഷേങ്കിൽ അതൊരു സീരിയസ് ഫൈറ്റ് ആവണം എന്നുമില്ല, പക്ഷേങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ യു കനോട്ട് സ്റ്റോപ്പ് ദം. അതായത് അത് നിർത്താനൊന്നും പറ്റില്ല. ഈ ഒരു അടിയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് 5 of swords ഉള്ളതുകൊണ്ട് സീരിയസ് ഫൈറ്റ്സും ചിലപ്പോൾ സീരിയസ് ആകാം. അടി ഉണ്ടായി ചിലപ്പോൾ അത് സീരിയസ് ആയി പോകാം. അത് കാരണം നിങ്ങൾ 2-3 ദിവസം ഉണ്ടാതിരിക്കാം, പക്ഷേ പിന്നെയും തിരിച്ചു വരും. ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സേ 3 of Pentacles. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഹൈലി സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരെ ഹൈലി സ്റ്റേബിൾ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഐ തിങ്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ടിലേക്ക് ആവുകയാണെങ്കിൽ ഫിനാൻഷ്യലിയും അവർ സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് 3 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ ജസ്റ്റിസ്. സോ ജസ്റ്റിസ് ഇസ് ഓൾസോ ബേസിക്കലി ദ തിങ് ഇസ് ദാറ്റ് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇൻ ദ ഫാക്ട് ദാറ്റ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ. ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു ആൻസറാണ് നിങ്ങളെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ പാസ്റ്റ് ലൈഫിലായിക്കോട്ടെ അവരുടെ ഈ ഒരു ലൈഫിലായിക്കോട്ടെ അവർക്ക് പല റിലേഷൻഷിപ്സും ഉണ്ടായിട്ടുണ്ടാവും. സോ ആ റിലേഷൻഷിപ്പിലൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രഗിളിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് നിങ്ങൾ എന്നാണ് വിത്ത് ദ ജസ്റ്റിസ് കാർഡ് അവർ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിർത്താൻ ശ്രമിക്കും. ആൻഡ് ഫാക്ട് ദാറ്റ് അത് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഈ ഒരു പേഴ്സൺ തമ്മിൽ നിങ്ങൾ ഫൈറ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാലും ഈ ഒരു പേഴ്സൺ റീകൺസിൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നടത്താൻ ശ്രമിക്കും. കാരണം അവർക്കറിയാം അവരെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അടുത്തതായിട്ട് ദ ഏഞ്ചൽ മെസ്സേജ് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പോസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കാം. അതിന് ഏഞ്ചൽ എന്ത് ആൻസറാണ് തരുന്നതെന്ന് നോക്കാം. യെസ് ഓർ നോ ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് ആയിരിക്കാം. സോ ലെറ്റ്സ് സീ ദാറ്റ്. സോ ദ ആൻസർ ഫോർ യു ഇസ് യെസ്. സോ നിങ്ങളെന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചതെന്ന് എനിക്കറിയില്ല. മേ ബി ഈ റിലേഷൻഷിപ്പ് നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് ആണ്. ദർ ഈസ് ഹൈ പോസിബിലിറ്റി ദാറ്റ് ഈ ഒരു കാര്യം നിങ്ങൾ ചോദിച്ച കാര്യം നടക്കും എന്നുള്ള ഒരു ആൻസറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതർവൈസ് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രിറ്റി മച്ച് നല്ലതാണ്. അതായത് നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്, നിങ്ങൾ ഏത് ഏജിലായിക്കോട്ടെ, നിങ്ങൾ മാരീഡ് ആയിക്കോട്ടെ അൺമാരീഡ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളൊരു ചൈൽഡിഷ് ആയിട്ട് അല്ലെങ്കിൽ അവരൊരു ചൈൽഡിഷാണ്, രണ്ടുപേരും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ടീസ് ചെയ്യുക, വഴക്കുണ്ടാക്കുക, അങ്ങനെ ഇങ്ങനെ പോകും. ചിലപ്പോൾ ചില വഴക്കുകൾ സീരിയസ് ആവും, അത് കാരണം നിങ്ങൾ മിണ്ടാതാവും. പക്ഷേ ഈ ജസ്റ്റിസ് കാർഡും 3 of Pentacles ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ
ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഫൈനൽ റിസോർട്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായാലും യൂണിയനിൽ തന്നെ വരും ഫൈനലി. ഇതായിരിക്കും നിങ്ങളെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. ദേ സീ യു ആസ് അവർ ഡെസ്റ്റിൻഡ് ആണ്, അവർ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത് ആ ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നാണ് കാണുന്നത്, എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ ചാനൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലെറ്റ് ദം ഓൾസോ സീ ദ വീഡിയോസ്. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഐ സെൻഡ് യു ദ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റീഡിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ 3യിലേക്ക് പോകാം. So for people who have chosen file number 3, your divine feminine energy എന്താണെന്ന് നമുക്ക് നോക്കാം. I see Akhilanda, the goddess of never not broken. Everything happens for my liberation. I choose to become only more love. നിങ്ങൾ ഐ തിങ്ക് പലരും ഒരു ബ്രേക്കപ്പിലൊക്കെ പോയിട്ട് ഒരുപാട് വിഷമിച്ച് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി ഹീൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ നിങ്ങളൊരു ഗോഡസ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ഒരാൾക്ക് നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ദാറ്റ് എനർജി ടു കം ബാക്ക്. എങ്ങനെയും ഫൈറ്റ് ചെയ്ത് തിരിച്ചെത്താനുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും അതിനു വേണ്ടി ട്രൈ ചെയ്യും. അത് കാരണം നിങ്ങൾ തിരിച്ച് കയറുന്നയും ആൾക്കാരായിരിക്കും. സോ യു നീഡ് നോട്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. The goddess of never not broken and everything happens for my liberation. നിങ്ങളെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൂന്നാമതൊരാളുടെ ആവശ്യമില്ല, രണ്ടാമതൊരാളുടെ ആവശ്യമില്ല എന്നുള്ളൊരു ലെവലിൽ നിങ്ങളെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവുക. ആൻഡ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ മൈ ലിബറേഷൻ ആൻഡ് ഐ ചൂസ് ടു ബിക്കം ഓൺലി മോർ ലവ്. എന്തൊക്കെ ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മുന്നിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് വി വിൽ സീ ദ ടാരോ കാർഡ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഐ സീ 2 of swords. സോ 2 of swords എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്കൊരു ബ്ലൈൻഡഡ് സിറ്റുവേഷനാണ്. അതായത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നറിയില്ല. പല കാര്യങ്ങളും ചുറ്റിലുമുള്ള കാര്യങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവർ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് നടത്താതിരിക്കാൻ പലരും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് ഈവിൽ ആയി. നിങ്ങൾ നന്നായിട്ട് പോകുന്നത് കണ്ടിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് കറൻ്റ്ലി. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെയായിരിക്കാം. ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദേ ആർ ലൈക്ക് സ്റ്റക്ക് ഇൻ എ സിറ്റുവേഷൻ. സോ അതാണ് എനിക്കിപ്പം വിത്ത് 2 of swords എനർജി. ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ ലൈക്ക് ഓൾവേസ് ഈറ്റിംഗ് ദ ഹെഡ്. അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി സന്തോഷം കണ്ടെത്താൻ ഒക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജി ഇതിനകത്തുണ്ട്. മേ ബി എ ലോട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ അറൗണ്ട്. ഫാമിലി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഫാമിലി ആയിരിക്കണമെന്നില്ല, ഡിസ്റ്റൻറ്റ് ഫാമിലി ആയാലും മതി. എങ്ങനെയെങ്കിലും കുറച്ച് വഴക്കുണ്ടായി നിങ്ങൾക്ക് ഒത്തിരി മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് സന്തോഷിക്കാം. മനസ്സിലായില്ലേ? ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഐ സീ ദാറ്റ്. നെക്സ്റ്റ് ഐ സീ ദ 5 of cups. 5 of cups എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ട പലതിനെയും പറ്റി ആലോചിച്ച് ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു സൈഡിലുണ്ട്, പക്ഷെ എന്നാലും ഇവർ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് എന്തെങ്കിലും ഒരു ലോസിലായിരിക്കും അവർ. മേ ബി ദേ ഹാവ് ലോസ്റ്റ് സംതിങ് ദാറ്റ് ഇസ് എന്താ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരിപ്പോൾ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളും കൂടി സൈഡിലുണ്ട്. സോ അപ്പോൾ ദേ ഡോണ്ട് നോ വാട്ട് ടു ഫോക്കസ്.
അതായത് ആ നഷ്ടപ്പെട്ട കാര്യത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണോ, നിങ്ങളെ സൈഡിലിരിക്കുന്ന നിങ്ങളെ പറ്റി ആലോചിച്ച് സന്തോഷിക്കണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ കുറേ ശല്യങ്ങളും ചുറ്റിലും ഉണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പ്രിറ്റി മച്ച് ഒരു ലോ ഫേസ് ഓഫ് ലൈഫിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തയും ആ ഒരു ലെവലിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ഐ സീ കിങ് ഓഫ് സോഡ്. നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഫൈറ്റ്സ് ഉണ്ട്. ഒരുപാട് ബാറ്റിൽസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. എന്നാലും അവർക്കറിയാം നിങ്ങളുടേക്ക് വരുന്നത് ഒരു വേർത്താണ്, ഒരു കിങ് ലെവലിലേക്ക് അവർക്ക് വളരാനുള്ളൊരു ചാൻസാണ്. ആ ഒരു ചാൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷേ സ്റ്റിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഫൈറ്റ്. ആ ഒരു ഫൈറ്റൊക്കെ നടത്തിയിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഐ സീ ദ ക്രോസ് ഓവർ ഹിയർ. ഇവിടെ എനിക്ക് ഈ ക്രോവിനെയാണ് കുറച്ചും കൂടെ എന്തോ എനിക്കറിയില്ല, ഫ്രം ദ മെസ്സേജ് എനിക്ക് ക്രോവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു ഫ്രിക്ഷനാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർ, ഓപ്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ലൈക്ക് കുറേ കടമ്പയുണ്ട്. അതിനകത്തൊരു മേജർ കടമ്പ എന്ന് പറയുന്നത് അയാളുടെ ചുറ്റുള്ള ആൾക്കാർ തന്നെയാണ്, ആ ഒരു പേഴ്സൻ്റെ ചുറ്റുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഫാമിലി, മേ ബി സംതിങ് എൽസ്, ഐ ഡോണ്ട് നോ. ഇയാളൊരു ലോസിലും കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കാര്യം അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതിനും അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ലൈക്ക് ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ അയാളുടെ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നില്ല എന്നല്ല, പക്ഷേങ്കിൽ അവർക്കറിയാം നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയ ഒരു കിങ് സിറ്റുവേഷനിലേക്ക് അയാൾ എത്തും എന്നൊക്കെ അയാൾക്കറിയാം. എന്നാലും അയാളുടെ ഫോക്കസ് ഇപ്പം കറൻ്റ്ലി മാറിയിട്ടാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഐ സീ ജസ്റ്റിസ്. ഓൾറെഡി അയാളുടെ കാര്യത്തിൽ എന്തൊക്കെയോ മിസ്മാച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതിനുള്ള ജസ്റ്റിസ് ആണ് നിങ്ങൾ എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് വരും എന്നുള്ളതും ഈ ഒരു പേഴ്സൺ അറിയാം. ആൻഡ് നിങ്ങളുടെ അടുത്തും അവർക്ക് കുറേ കാര്യങ്ങൾ ജസ്റ്റിസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ അവർ മോശമായിട്ട് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ ജസ്റ്റിസ് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു പേഴ്സൺ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ അയാളുടെ സിറ്റുവേഷൻ കൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വിത്ത് ഏസ് ഓഫ് കപ്സ് എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നുകൂടെ വരണം, അല്ലെങ്കിൽ ഒരു ചാൻസും കൂടെ ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പല കാര്യത്തിനും ഒരു സോറി, അല്ലെങ്കിൽ പല കാര്യത്തിനും നിങ്ങളുടെ അടുത്ത് ഒന്ന് വന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് സമാധാനം കിട്ടും എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ സി 5 ഓഫ് Pentacles. സി അഗെയിൻ ഒരു ലോസ്, അല്ലെങ്കിൽ എന്തോ ഒരു ഡിപ്രസ്ഡ് ഫേസ്. ഐ ഡോണ്ട് നോ എന്താണ് ഈ ലോസ്. ഇറ്റ് ഈസ് എന്തോ അയാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന എന്തോ ഒരു സാധനം അയാളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് മണി. പക്ഷെ മണീനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പം ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. അതായിരിക്കാം. ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ് എന്താണ് ലോസ് എന്നുള്ളത്. പക്ഷെ ആ ഒരു ട്രോമയിൽ നിന്ന് ഇയാൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല, ആ ലോസ് നിന്ന് ഇയാൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എല്ലാം ഒരു ഡൗട്ട്ഫുള്ളാണ്. അയാൾക്ക് നിങ്ങളുടെ ഒരു സൈഡിലുണ്ടെങ്കിലും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല എന്നല്ല, ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഇൻജസ്റ്റിസ്, നിങ്ങളുടെ അടുത്ത് നടന്നിരിക്കുന്ന ഇൻജസ്റ്റിസ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരണം എന്നൊക്കെ ഇയാളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ലോസ് ഇയാളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് ഈ ഒരു ലോസിലേക്കാണ് ഇയാളുടെ മൊത്തവും എനർജി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യം വിജയിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് എത്താനാണ് ഇയാളുടെ എനർജി മൊത്തവും ഡ്രെയിൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് ഈ ചുറ്റുമുള്ള ആൾക്കാരുടെ കൊണ്ടുള്ള ഉപദ്രവവും ഉണ്ട് അറ്റ് ദ സെയിം ടൈം നേച്ചറിൽ. സോ ഫോർ യു
നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്. സോ ഏഞ്ചൽ മെസ്സേജസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ആൻഡ് വി വിൽ സീ വാട്ട് ഈസ് the message for you. I see big happy changes. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു സോറി ആണെങ്കിൽ സോറി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹാപ്പി, നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത്, ഇറ്റ് ഈസ് അബൌട്ട് യു. നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് അതിലേക്ക് ഇത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. വിത്ത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ഐ സീ ദാറ്റ്. ഐ എം വെരി ഹാപ്പി ഫോർ യു. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാർട്ട്ണറിൻ്റെ സിറ്റുവേഷൻ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു അവസരമുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണെങ്കിൽ പ്ലീസ് ചൂസ് കമ്മ്യൂണിക്കേറ്റ്. എന്താണ് ആ ലോസ്, എന്താണ് ദ തിങ് ദാറ്റ് ദേ ആർ വർക്കിംഗ് ഓൺ, അതിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്ത് വരണം. നിങ്ങൾ എങ്ങനെയെങ്കിലും പണ്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ അടുത്തൊരു സോറി നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് തരാൻ വേണ്ടിയിട്ട് ഉള്ള മനസ്സ് ഇപ്പോൾ വരും. കാരണം അവർ പഴയ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. അതിലൊന്നും കണ്ട ഒരു എനർജി അല്ല ഈ ഒരു എനർജി. സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് ഡിഫറെൻറ്റ്. ഈ ഒരു പൈൽ പ്രിറ്റി മച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. സോ ഫോർ ദം ഇതാണ് എൻ്റെ ഒരു മെസ്സേജ്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ആ ഒരു പേഴ്സൺ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ചോദിക്കുക വാട്ട് ഈസ് ദെയർ പ്രോബ്ലം എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.